All to Nisha's online academy. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വി ആർ റണ്ണിങ് വെരി ഫാസ്റ്റ്. നമുക്ക് 3 മെത്തേഡ് ഉണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. 3 മെത്തേഡ് ഏതൊക്കെയാണ്? ഓക്കെ, നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലുണ്ട്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാം എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഓക്കെ, സോ വെൽക്കം ഓൾ. മറക്കാതെ ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നന്നായി പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, നമുക്ക് വേഗം നല്ലൊരു ഗ്രാജുവേഷനിലേക്ക് എത്തണം പോയിന്റിൽ. അപ്പോൾ വി വിൽ ഗോ ഫോർ വാം. വാമിൻ്റെ ഫുൾ ഫോം ഞാൻ എഴുതാം. ആളുടെ പേരാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. Vogel's approximation method. The perfect method in transportation problem is known as Vogel's approximation method. Accuracy ഏറ്റവും കൂടുതൽ. ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒരു ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? മിനിമം കോസ്റ്റ് എത്രയാണ് കിട്ടിയെന്നുള്ളതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയതാണ്. 2,230 റുപ്പീസൊക്കെ കിട്ടിയതാണ്. എവിടുന്ന് എവിടേക്ക് അയക്കണം എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ മാറാം എന്നാണ് പറയുന്നത്. ഇതൊന്നും അത്ര പെർഫെക്ഷൻ ഇല്ല ഈ മെത്തേഡിനൊക്കെ. ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ ഉള്ള മെത്തേഡ് ഏതാണെന്നാണ് പറയുന്നത്? വാം, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണെന്നാണ് പറയുന്നത്. അപ്പം പക്ഷെ കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വാമിൽ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം വാമിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ യു ഡു ദി പ്രോബ്ലം ഇൻ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നന്നാവുക. ഇത് നല്ല മെത്തേഡാണ് ആൻസർ വൈസ്, പക്ഷേ കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും. അപ്പം ഞാൻ കിടക്കട്ടെ, ചെയ്തു തുടങ്ങട്ടെ. ഞാൻ എന്താ വരയ്ക്കാൻ പോകുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, നമുക്ക് ബോക്സ് വരച്ചു. നിങ്ങൾക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കോസ്റ്റുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം 3 കൊടുത്തിട്ടുള്ളൂ. O1, O2, O3 3 ഫാക്ടറികളുണ്ട്. ഒറിജിൻ 3 ഡെസ്റ്റിനേഷനിലേക്ക് സാധനങ്ങൾ അയക്കാം. D1, D2, D3. ഓക്കെ, 10, 15, 20. അപ്പോൾ ഇവിടെ 35, 40. അപ്പോൾ ഇവിടെ 10, 50, ഇവിടെ 20, then 30. 30 വേണ്ടല്ലോ, നമുക്ക് 10 തന്നെ മതി. ഓക്കെ, ബാലൻസ്ഡ് തന്നെ ആക്കി ചെയ്യാം. ഓക്കെ, 10 ആണ്. 6, 5, 3, 2, 1, 10, 7, 8, 4. ചെയ്തു തുടങ്ങാമല്ലോ, പ്രോബ്ലം ചെയ്തു തുടങ്ങാമല്ലോ. 10 ആണ്. ഇതെന്താണ്? ഇത് വരുന്നത് സപ്ലൈ, താഴെ വരുന്നത് ഡിമാൻഡ്. റോവും കോളവും തിരിഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. നോക്ക്, പക്ഷെ ഡിമാൻഡ് ഷുഡ് ബി ഈക്വൽ ടു ഇത്. ചെയ്തു തുടങ്ങട്ടെ. വാം സൊല്യൂഷനാണ്. വാം ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ചാപ്റ്ററിൻ്റെ 3 മെത്തേഡ്: നോർത്ത് വെസ്റ്റ്, ലീസ്റ്റ് കോസ്റ്റ്, വോഗൽസ്. ഓക്കെ, ടോട്ടൽ സപ്ലൈ നമ്മൾ നോക്കുന്നു. ടോട്ടൽ സപ്ലൈ എത്രയാണ്? 10 + 15 + 20, 25 + 20, 45 അല്ലേ? 3, 4. ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്? 10 + 20 + 10, 40. ഓക്കെ, എന്തായി പോയി? നമുക്കത് ഒന്ന് മാറ്റി പിടിക്കാം. 45 ആയി. അപ്പം ഞാൻ ഇതെന്ത് ചെയ്യാണ്? ഒന്ന് മാറ്റുകയാണേ. ഇത് ഞാൻ 15 ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതും 15 ആക്കി. അപ്പോൾ ഇതും 45. കാരണം അൺബാലൻസ്ഡ് പഠിക്കണേക്കാൾ ബാലൻസ്ഡ് പഠിച്ചിട്ട് അൺബാലൻസ്ഡ് പഠിക്കുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. 10, 20, 15, അപ്പോൾ 45. അപ്പോൾ രണ്ടും 45 ആയേ. ഇതാ ഞാൻ ആൻസറിനെ എടുത്ത് വീണ്ടും ക്വസ്റ്റ്യനെ എടുത്ത് ഞാൻ റീഡ്രോ ചെയ്യുന്നു. വരച്ചു. 3 കോളം, 3 റോ വരച്ചു. കോളം എഴുന്നേറ്റ് നിൽക്കും, റോ കിടന്നുറങ്ങും. ഓക്കെ, 5, 1, 7, 3, 10, 8, 10, 15, 20. എൻ്റെ ഒപ്പം ചെയ്യുന്നവരുണ്ടോ? 10, 20, 15 ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 10 മാറ്റിയിട്ട് അത് 15 ആക്കിയിരുന്നു. O1, O2, O3 ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാണേ. സപ്ലൈ ഉണ്ട് ഇവിടെ. D1, D2, D3 ക്ലിയർ അല്ലേ? ഡിമാൻഡ്
ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സൗണ്ടിന് ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ചെയ്തു തുടങ്ങുകയാണേ. നമ്മൾ മുമ്പത്തെ പോലെ തന്നെ അല്ല. നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ നമ്മളിത് അത് ഈ സെല്ലിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലേ. ലീസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ സെല്ലിൽ ഏറ്റവും കുറവ് സെല്ലുകളിലേക്ക് കൊടുക്കും. വാം അങ്ങനെയല്ല. വാമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ദാ എൻ്റെ പേനയുടെ കളർ മാറ്റിയ പോലെ നിങ്ങളും പേനയുടെ കളർ ഒന്ന് മാറ്റുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ 2 കളർ ബ്ലാക്കും ബ്ലൂ എടുത്തോളൂ, റെഡോ ഒരു കളർ എടുത്തോളൂ. ബ്ലാക്കും ബ്ലൂ ആണ് ദ ബെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? വാമിൽ നമ്മൾ പെനാൾട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി പെനാൾട്ടി. എന്താണ് പെനാൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കോളവും ഓരോ റോയിലും ഏറ്റവും ലോവസ്റ്റും അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഹയസ്റ്റ് ഫിഗറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണ്? ഈ ലോയിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 3 ആണ്. പിന്നെ ആ റോയിൽ ഏറ്റവും വലുത് വരുന്നത് ഏതാ? 5 ആണ്. അപ്പോൾ 5ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് അത് പെനാൾട്ടി ചുമപ്പിൽ കുറച്ച് ഗ്യാപ്പ് ഇവിടെ ഇട്ടു. നമ്മൾ വെട്ടറിൻ്റെ ഇവിടെ ഇങ്ങനെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പെനാൾട്ടി 2. അപ്പോൾ ഈ റോൻ്റെ പെനാൾട്ടി എന്താ? ഏറ്റവും ചെറിയ വാല്യൂ 1 ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാ? 1. പെനാൾട്ടി ഞാൻ വട്ടത്തിൽ എഴുതുന്നു. ഇതിൽ ഏറ്റവും ചെറുത് 4 ആണ്. അതിൻ്റെ മുകളിൽ വരുന്നത് 7 ആണ്. അപ്പോൾ പെനാൾട്ടി എത്രയാണ്? പെനാൾട്ടി 3 ആണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ നോക്കി നോക്കൂ. റോൻ്റെ പെനാൾട്ടി കണ്ടതുപോലെ കോളത്തിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇവിടെ വിടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നു. പെനാൾട്ടി കാണാൻ പോവാണേ. ഇതിൻ്റെ പെനാൾട്ടി എന്താ വരിക? ഈ കോളത്തിൽ ഏറ്റവും ചെറുത് 2 ആണ്, പിന്നെ വരുന്നത് 4 ആണ്. അപ്പോൾ ഡിഫറൻസ് 2. ഈ കോളത്തിലെ ഏറ്റവും ചെറുത് 1 ആണ്, അതിന് മുകളിൽ വരുന്നത് 5 ആണ്. അപ്പോൾ 4 പെനാൾട്ടി. ഇതിൻ്റെ പെനാൾട്ടി എന്താണ്? ഏറ്റവും ചെറുത് 3, പിന്നെ അതിൻ്റെ വലുത് 8. അപ്പോൾ പെനാൾട്ടി 5. മനസ്സിലായല്ലോ? ദ ലോവസ്റ്റും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഹയസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, സെലക്ട് ദി ഹയസ്റ്റ് പെനാൾട്ടി. സെലക്ട് ദി ഹയസ്റ്റ് പെനാൾട്ടി. ഹയസ്റ്റ് പെനാൾട്ടി എവിടെയാണെന്ന് തിരയും. 2, 1, 3, 2, 4, 5. ഹയസ്റ്റ് പെനാൾട്ടി 5 അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വഴി കാണിച്ചു, ഏതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഒരു വഴികാട്ടിയാണ് പെനാൾട്ടി. ലൊക്കേഷനിൽ നമുക്ക് റൂട്ട്, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് ടു ഗോ. അപ്പോൾ ദ ഹയസ്റ്റ് പെനാൾട്ടി 5 ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് കയറി, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ 3, 10, 8 ഉണ്ട്. ഇതിൽ ഏതിൽ കൊടുക്കും? ലോവസ്റ്റിൽ കൊടുക്കണം. ഹയസ്റ്റ് പെനാൾട്ടി സെലക്ട് ചെയ്യുക, ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ലോവസ്റ്റിൽ കൊടുക്കുക. ഇതാ ഞാൻ കൊടുക്കാൻ പോവാണ്. ഞാൻ കൊടുക്കുകയാണെ നേരത്തെ ചെയ്ത പോലെ ഞാൻ ഇനി പെനാൾട്ടി ഇടാൻ മാത്രമേ ഞാൻ റെഡ് പെൻ ഉപയോഗിക്കുള്ളൂ. ഇവിടെ മുമ്പ് നേരത്തെ നോർത്ത് വെസ്റ്റിലും ലീസ്റ്റ് കോസ്റ്റിലും ഇവിടെ 15, ഇവിടെ 10. അപ്പോൾ ഏത് കൊടുക്കും? 10 കൊടുക്കും. അപ്പോൾ ഈ 10 എന്താവും? 0 ആവും. ഈ 15 എന്താവും? 10 പോയില്ലേ? 5 ആവും അല്ലേ? 0 ആയത് വെട്ടിക്കളയണ്ടേ? ഇതാ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഈ പെനാൾട്ടി അടക്കം വേണ്ട ഇനി. ശരി, ഇനി ഓരോ വെട്ട് കഴിഞ്ഞാലും പെനാൾട്ടി റീകാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം ഇത് പോയല്ലോ. ഇതിലേറ്റവും ലോവസ്റ്റ് ഏതാ? 1 ആണ്. 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഇപ്പം റോ വെട്ടിക്കഴിഞ്ഞാൽ റോയിലെ പെനാൾട്ടി മാറില്ല, കോളം പെനാൾട്ടിയാണ് മാറിയിട്ടുണ്ടോ നോക്കാം. 2ഉം 4ഉം 2 തന്നെ. 1ഉം 7ഉം മാറി. ഈ 4 എന്നുള്ള പെനാൾട്ടി മാറി, പേന മാറ്റിയിട്ടോ. 4 എന്നുള്ള പെനാൾട്ടി മാറി, ഏതായി? 6 ആയി. ഇവിടെ പെനാൾട്ടി മാറി, 10ഉം 8ഉം ആയി. 5 ഒക്കെ പറഞ്ഞു, ടാറ്റ പറഞ്ഞു, ഏതായി? 2 ആയി. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാണ്. ഹയസ്റ്റ് പെനാൾട്ടിയാണ് നമ്മൾ നോക്കുന്നത്. 1, 3, 6, 2. ഏതാ ഹയസ്റ്റ്? 6 അല്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് പറയുന്നത്. കയറിയല്ലോ. അതിൽ ലോവസ്റ്റിൽ കൊടുക്കണ്ടേ? കൊടുക്കണമല്ലോ. 1. ഇവിടെ 15, ഇവിടെ 20. സോ വി വിൽ പ്രൊവൈഡ് 15. So this 15 comes to 0 and this 20 comes to 5. Clear? Row exhausted.
0 ആയി. റോ അഗെയിൻ ക്യാൻസലായി പോയി. റോ ക്യാൻസലായാൽ കോളം പെനാൽറ്റി മാറും. ഇതാ 7ഉം 4ഉം 7ഉം 3 തന്നെ മാറിയില്ല. കോളം പെനാൽറ്റി ഇവിടെ ഇനി 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 എന്നുള്ള പെനാൽറ്റി വെട്ടിപ്പോയിട്ട് 4 എന്നുള്ള പെനാൽറ്റി ആയി മാറി. 6 എന്നുള്ള പെനാൽറ്റി വെട്ടിപ്പോയിട്ട് 7 എന്നുള്ള പെനാൽറ്റി ആയി. 2 എന്നുള്ള പെനാൽറ്റി മാറിപ്പോയിട്ട് 8 എന്നുള്ള പെനാൽറ്റി ആയി. ഹയസ്റ്റ് പെനാൽറ്റി 3, 4, 7, 8. അപ്പോൾ ഏതാണ് 8? ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇതിലിനി 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെ ലൊക്കേഷൻ കൊടുത്തു. ഇവിടെ 20, ഇവിടെ 5. അപ്പം നമ്മളെ ലൊക്കേഷൻ 5. ഈ 5 0 ആയില്ലേ, ഈ 20 15 ആയില്ലേ, എക്സോസ്റ്റ് ആയില്ലേ, കോളം. ഓക്കെ, കോളം വെട്ടിയാൽ റോ പെനാൽറ്റി മാറും. നോക്കട്ടെ, 4ഉം 7ഉം മാറിയില്ല, 3 തന്നെ. ഇവിടുത്തെ പെനാൽറ്റി 4, ഇവിടുത്തെ പെനാൽറ്റി 7. ഹയസ്റ്റ് പെനാൽറ്റി ഏതാ? 3, 4, 7. 7 ആണ്. ഇത് വെട്ടിപ്പോയില്ലോ. ഈ പെനാൽറ്റി നമുക്ക് ആവശ്യമില്ലല്ലോ, കയറിയില്ല. ഇനി 7 ആണ് അല്ലേ? 7ൽ നമുക്ക് കയറാം. 7 മാത്രമല്ലേ ഉള്ളൂ. നമ്മളിതാ ചെയ്യുന്നു. ഇവിടെ 15, ഇവിടെ 5. അപ്പോൾ ഏത് കൊടുത്തു? 5. അപ്പോൾ ഈ 5 മാറി 0 ആയില്ലേ? ഈ 15ൽ 5 പോയപ്പോൾ എന്തായി? 10 ആയി. 0 വെട്ടിക്കളഞ്ഞൂടെ? വെട്ടിക്കളയാലോ, കളഞ്ഞു. ഓക്കെ, ഇനി നോക്കി നോക്കൂ പെനാൽറ്റി. ഈ 4 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3 പെനാൽറ്റി മാറി ഇവിടെ എന്തായി? 4 ആയി. ഇവിടുത്തെ പെനാൽറ്റി 4 തന്നെ. 4 പെനാൽറ്റി. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതിലെ ലൊക്കേഷൻ കൊടുക്കാം. ഇവിടെയും 10, ഇവിടെയും 10. അപ്പോൾ 10 കൊടുത്തു. അപ്പോൾ ഇവിടെയും 0 ആയി, ഇവിടെയും 0 ആയി. നമ്മുടെ പ്രോബ്ലം കഴിയാറായി. എൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. എടുത്തെഴുതണ്ടേ? എഴുതണമല്ലോ. പെനാൽറ്റി കണ്ടൊക്കെ പിടിച്ചു. O1 to D3. 3 × 10 30. O2 to D2. 15 × 1 15. O3 to D1. 10 × 4 40. O3 to D2. 5 × 7 35. O3 to D3. 5 × 8 40. ടോട്ടൽ ചെയ്യാം നമുക്ക്. 5 + 5 10. 5 6 7 8 9 10 11 12 13. 13 + 3 16. 160 rupees. എടുത്തെഴുതണോ? എഴുതാലോ. ഭംഗിയാക്കി കൊടുക്കുക. അവർക്ക് കൺഫ്യൂഷൻ വേണ്ട. അവർക്ക് നമ്മളിങ്ങനെ ഇട്ടു, വീണ്ടും വരച്ചു. 6 പ്ലെയിൻ ആണ്, 5 ആണ്, 3 ആണ്, ഇതിൻ്റെ ഉള്ളിൽ 10 ഉണ്ട്. അതേപോലെ ഇത് 10 ആണ്, ഇത് 1 ആണ്, ഇത് 15 കൊടുത്തു, ഇത് 2 ആണ്, ഇത് 4 ഉണ്ട്, ഇതിൽ 10 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്, അതേപോലെ 8 ഉണ്ട്. അപ്പം നെക്സ്റ്റ് 5 ഉണ്ട്. ക്ലിയർ അല്ലേ? 10 നോക്കി നോക്കൂ. 10 ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. 15 + 5 20 തന്നെ വരും. 10 + 2 10 + 5 15. ഇത് 10, ഇത് 15, ഇത് 10 + 5 + 5 20. കണ്ടോ? 10 + 15 + 20 ഇങ്ങനെ ഉള്ളിൽ ആഡ് ചെയ്യുമ്പോഴും കിട്ടും. സോ താങ്ക് യു ഓൾ ഫോർ ബീയിങ് വിത്ത് മീ. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ 3 മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, നോർത്ത് വെസ്റ്റ് കോർണർ, ലീസ്റ്റ് കോസ്റ്റ് ആൻഡ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ലേ നോക്കണം. ഈക്വൽ അല്ലെങ്കിൽ അത് ഈക്വൽ ആക്കിയതിന് ശേഷം മാത്രമാണ് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.